ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ക്വാണ്ടം കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്നൊരു കൺസെപ്റ്റാണ്. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് പാർട്ടിക്കിളിൻ്റെ ബോക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രോബ്ലം മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്നുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസിൽ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടാവും, 0 to a ആണ് ബോക്സ് ലെങ്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ വോൾസിൻ്റെ പൊട്ടൻഷ്യൽ ഇൻഫിനൈറ്റ് കീപ്പ് ചെയ്യും. ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യലിന് കീപ്പ് ചെയ്യുക. അതെന്തിനാണ്? ടണലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ പൊട്ടൻഷ്യൽ ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ പുറത്തേക്ക് പോകാം, ടണൽ ചെയ്ത് പോകാം. അപ്പോൾ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഇതിനുള്ളിൽ തന്നെ ആയിരിക്കും എൻ്റെ പാർട്ടിക്കിൾ ഉണ്ടാവുന്നുണ്ടാവും. ഒരിക്കലും ബോക്സിന് പുറത്തേക്ക് എൻ്റെ പാർട്ടിക്കിൾ പോകുന്നുണ്ടാവില്ല. ഓക്കെ, ആ ഐഡിയ നമുക്കറിയാം. ഇനി ശരിക്കും ടണലിംഗ് നടക്കുന്ന എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വോൾസിൻ്റെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റിക്ക് പകരം നിങ്ങളൊരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ കൊടുത്തു വിചാരിക്കും. ഓക്കെ, ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ കൊടുത്തു വിചാരിക്കും. ഞാൻ ഇതിന് 3 റീജൻസ് എടുത്തിരിക്കുകയാണ്. റീജൻ 1, ഇതിനെ റീജൻ 2 ആൻഡ് ഇതിനെ റീജൻ 3 ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റീജൻ 1 ഞാൻ പറയുന്നു, ഓക്കെ എൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ്. റീജൻ 3 എൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ്. റീജൻ 2 പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി അല്ല, മറിച്ച് അതിന് നമുക്കൊരു വാല്യൂ വെക്കാം. അവിടുത്തെ പൊട്ടൻഷ്യൽ V0 ആണെന്നിരിക്കട്ടെ. നമ്മൾ വെറുതെ ഒരു വാല്യൂ പറയാം, അവിടുത്തെ പൊട്ടൻഷ്യൽ V0 ആണെന്നിരിക്കട്ടെ. സോ ശരിക്കും സംഭവിക്കുക ഇതാണ്, എൻ്റെ പാർട്ടിക്കിൾ ആക്ച്വലി വന്നിങ്ങനെ മൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ബാരിയറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ അപ്പുറത്തേക്ക് പല കാര്യങ്ങളും സംഭവിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പാർട്ടിക്കിളിൻ്റെ എനർജി E ആണെന്നിരിക്കട്ടെ. ഓക്കെ, എൻ്റെ പാർട്ടിക്കിൾ എനർജി E ആണ്. ഈ E എന്ന് പറയുന്നത് ശരിക്കും ബാരിയറിന്റെ പൊട്ടൻഷ്യലിനേക്കാൾ കുറവാണെന്നിരിക്കട്ടെ. ബാരിയറിന്റെ എനർജി V0 ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാരിയർ ക്ലൈം ചെയ്ത് എൻ്റെ പാർട്ടിക്കിൾ അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണപ്പെടുന്ന ഈ എനർജി പോരാ. കാരണം E എന്ന് വെച്ചാൽ ആ ബാരിയറിനേക്കാൾ കുറവാണ്. സോ ഈ എനർജി വെച്ചാൽ എൻ്റെ പാർട്ടിക്കിൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ കഴിയില്ല. എപ്പോഴാണ്? എൻ്റെ പാർട്ടിക്കിൾ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിൽ. പക്ഷേ എൻ്റെ പാർട്ടിക്കിൾ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ക്വാണ്ടം മെക്കാനിക്സ് കുറച്ച് വിയേർഡ് ബിഹേവിയർ കാണിക്കും, കുറച്ച് വിയേർഡ് നേച്ചർ കാണിക്കും. സോ ഇവിടെ കാണിക്കുന്ന നേച്ചർ ഇതാണ്, ഈവൻ എൻ്റെ പാർട്ടിക്കിളിൻ്റെ എനർജി ബാരിയറിൻ്റെ എനർജിനേക്കാൾ കുറവാണെങ്കിൽ പോലും മൈ പാർട്ടിക്കിൾ ക്യാൻ ക്രോസ് ദിസ് ബാരിയർ ആൻഡ് ഇറ്റ് ക്യാൻ എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദി ബാരിയർ. സോ അതെങ്ങനെയാണ് സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫിനോമിനയുടെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദ പാർട്ടിക്കിൾ will interact with the barrier and ഈ ഭാഗത്തിൻ്റെ വേവ് ഫംഗ്ഷൻ ഒരു ഡീകേ സംഭവിക്കും. ഓക്കെ, വേവ് ഫംഗ്ഷൻ ഡീകേ ചെയ്യും. ഡീകേ ചെയ്തതിന് ശേഷം എൻ്റെ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? അപ്പുറത്തൊരു ചെറിയ ആംപ്ലിറ്റ്യൂഡിൽ എക്സ്പ്രസ് ചെയ്യപ്പെടും. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ബോൺ ഇൻ്റർപ്രിട്ടേഷൻ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരുന്നു, വേവ് ഫംഗ്ഷൻ സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷെ വേവ് ഫംഗ്ഷൻ സ്ക്വയറിനാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് തരുന്നത്. അത് നിങ്ങളുടെ പ്രോബബിലിറ്റിനെ കാണിക്കും. സോ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്, സോ ഹയർ പ്രോബബിലിറ്റി ആണ്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കുറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി കുറയുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു പുതിയ ടേം വരുന്നത്, ടണലിംഗ് പ്രോബബിലിറ്റി ക്യാപിറ്റൽ T, വിച്ച് ഇസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ e⁻²kl. ഓക്കെ, ചില ബുക്കുകളിൽ K എന്ന് കാണിക്കും, ചില ബുക്കുകളിൽ B എന്ന് കാണിക്കും, ചില ബുക്കുകളിൽ ബീറ്റ എന്ന് കാണിക്കും. ഡസൻറ്റ് മാറ്റർ, എല്ലാം ഉദ്ദേശിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. സോ e⁻²kl എന്നുള്ളതാണ് ടണലിംഗ് പ്രോബബിലിറ്റിയുടെ എക്സ്പ്രഷൻ. ആൻഡ് കെയുടെ വാല്യൂ K is equal to √2m into V0 minus E divided by h കട്ട് എന്നുള്ളതാണ്. ഇത് പഠിച്ചു വെക്കേണ്ട എക്സ്പ്രഷൻ ആണ് കേട്ടോ. ടണലിംഗ് പ്രോബബിലിറ്റിന്റെ കേസിൽ കെയുടെ വാല്യൂ √2m into V0 minus E divided by h കട്ട് എന്നുള്ള വാല്യൂ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സോ ഈ ഒരു പ്രോബബിലിറ്റിയാണ് പാർട്ടിക്കിൾ അപ്പുറത്ത് എത്തുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്, L എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നിങ്ങളുടെ ബോക്സിന്റെ ലെങ്തിനെയാണ്, നിങ്ങളുടെ ബാരിയറിന്റെ ലെങ്തിനെയാണ്. ഓക്കെ, ഈ ലെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ പാർട്ടിക്കിൾ വന്നിട്ട് ബാരിയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ഈ ലെങ്ത് നല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുറയും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് പറയാം? എൻ്റെ ലെങ്ത് കൂടി കഴിഞ്ഞാൽ അപ്പുറത്ത് കാണപ്പെടാനുള്ള ടണലിംഗ് പ്രോബബിലിറ്റി കുറയും. ഇത് നിങ്ങൾക്ക് കൺസെപ്ച്വലി മനസ്സിലാക്കാം, അതല്ലെങ്കിൽ മാത്തമാറ്റിക്കലിയും ക്ലിയർ ആക്കാവുന്നതാണ്. ഇനി അടുത്തത് എൻ്റെ പൊട്ടൻഷ്യലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്ത് അപ്പുറത്ത് എത്തുന്നതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയിരിക്കില്ല ഒരു വലിയ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്ത് അപ്പുറത്തെത്താൻ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ യൂഷ്വലി പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈറ്റിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് മനസ്സിലാക്കാം? എൻ്റെ പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞാലും ടണലിംഗ് പ്രോബബിലിറ്റി എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്കലി ഈ പറഞ്ഞൊരു ഐഡിയൽ വിഷ്വലൈസ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് മാത്തമാറ്റിക്കലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സ്പ്രഷൻ e⁻²kl
ടണലിംഗ് പ്രോബബിലിറ്റി നോക്കി, ലെങ്ത് കൂടിയാലും ടണലിംഗ് പ്രോബബിലിറ്റി എക്സ്പോണൻഷ്യൽ ഡിക്ലൈൻ ചെയ്യപ്പെടും. ആൻഡ് കെയ്ക്കകത്ത് V0 ഉണ്ടല്ലോ, സോ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞാലും ടണലിംഗ് പ്രോബബിലിറ്റിക്ക് ആ ഒരു എക്സ്പോണൻഷ്യൽ ഫോർമാറ്റിലുള്ള ഡീക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. സോ ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം, റീജിയൻ 1 എൻ്റെ വേവ് ഫംഗ്ഷൻ ഓസിലേറ്ററി ആണ്, റീജിയൻ 3 എൻ്റെ വേവ് ഫംഗ്ഷൻ ഓസിലേറ്ററി ആണ്. പക്ഷേ റീജിയൻ 2 എൻ്റെ വേവ് ഫംഗ്ഷൻ ഒരു ഡീക്കേയിങ് വേവ് ഫംഗ്ഷൻ ആണ്. കാരണം അവിടെ ടണലിംഗ് സംഭവിക്കുമ്പോൾ വാരിയറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഡീക്കേ ആണ് ചെയ്യുന്നത് മനസ്സിലാക്കുക. നമ്പർ 2, അടുത്ത ക്രൂഷ്യലായിട്ടുള്ള കാര്യം, ഈ ഭാഗത്തെ വേവ് ലെങ്ത് ലാംഡ എന്താണോ ആ വേവ് ലെങ്ത് ലാംഡ തന്നെയായിരിക്കും ഈ റീജിയൻ ഉണ്ടാവുന്നത്. സോ ടണലിങ്ങിന്റെ കേസിൽ എൻ്റെ എനർജി കൺസർവ്ഡ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്കറിയാം എനർജിയുടെ എക്സ്പ്രഷൻ പാർട്ടിക്കിൾ അല്ലേ, സോ എനർജിയുടെ എക്സ്പ്രഷൻ E=hc/λ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഫോട്ടോന്റെ കേസിലാണ് hc/λ. പാർട്ടിക്കിളിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കുന്നത്, മൊമെന്റവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ കൈനറ്റിക് എനർജി E=p²/2m എന്ന് കൈനറ്റിക് എനർജിയുടെ ബേസിസ് നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, സോ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ടോട്ടൽ എനർജി, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ലല്ലോ, V0 അല്ലേ, അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജി അല്ലേ ടോട്ടൽ എനർജി. സോ ഇവിടുത്തെ എനർജി p²/2m ആണെന്നുണ്ടെങ്കിൽ ഈ കാണപ്പെടുന്ന റീജിയൽ എനർജി എന്ത് തന്നെയാണ്, p²/2m ആണ്. നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവാം, ടണൽ ചെയ്ത് അപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എനർജി കുറഞ്ഞു എന്ന്. സോ ശരിക്കും കുറയുന്ന പാരാമീറ്റർ നിങ്ങളുടെ പ്രോബബിലിറ്റി മാത്രമാണ്, എനർജിക്ക് ഡിക്രീസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേവ് ലെങ്തിലൂടെ വേരിയേഷൻ കാണാൻ കഴിയില്ല. ഇവിടുത്തെ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ ആ സെയിം വേവ് ലെങ്ത് ലാംഡ തന്നെ ആയിരിക്കും ഇവിടെ, ആകെ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമാണ് നിങ്ങൾക്ക് വേരിയേഷൻ ഉണ്ടാകുന്നത് മനസ്സിലാക്കിയിരിക്കുക. ഈ പറഞ്ഞ പോയിന്റ് TFR എക്സാമിനേഷൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ നിങ്ങൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഫൈൻ. സോ ഇങ്ങനെയാണ് എൻ്റെ പാർട്ടിക്കിൾ ആക്ച്വലി അപ്പുറത്തെ ഒരു റീജിയനിലേക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. സോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഒരു വലിയ ബാരിയർ തന്നു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ നോക്കാം. ഞാനിവിടെ ചെറിയൊരു ചേഞ്ച് വരുത്താണ്. വലിയൊരു ബാരിയർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ടിക്കിൾ ഒരുപക്ഷെ അപ്പുറത്ത് എക്സ്പ്രസ്ഡ് ആകുമ്പോൾ വളരെ ചെറിയ വേവ് ലെങ്ത് ആയിരിക്കും, വളരെ നെഗ്ലിജിബിൾ വേവ് ലെങ്ത് ആയിരിക്കും. സോ മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ശരിക്കും വളരെ നമുക്ക് കാണാൻ പോലും കഴിയാത്ത അത്രയും ചെറിയ ഒരു വേവ് ലെങ്ത് ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അവർ ഒരുപക്ഷെ സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോലെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ വേവ് വാനിഷ് ആയി പോയി, പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ നിങ്ങൾ കരുതരുത്. ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ the particle can express on the other side of the wall with a very very small amplitude which might not be even visible sometimes. Okay, ചിലപ്പോൾ അത് ചെറുതായിട്ട് കാണിക്കാം, ചില സമയത്ത് അത് ഒരു ഫ്ലാറ്റ് ലൈൻ പോലെ കാണിച്ചേക്കാം. ബട്ട് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് അവിടെ വളരെ ചെറിയ പ്രോബബിലിറ്റി പാർട്ടിക്കിളിന് അപ്പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു.